ഹലോ കൂട്ടുകാരെ, ദിസ് ഈസ് മീ യുവർ ടോമച്ചൻ. ജീസസ് കിഡിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. കൂട്ടുകാരെ, ഇന്നൊരു ഗെയിമുമായിട്ടാണ് നിങ്ങളുടെ മുൻപിൽ ഞാൻ വന്നിരിക്കുന്നത്. വരൂ, നമുക്കൊരു ഗെയിം കളിക്കാം. കൂട്ടുകാരെ, ഇന്നത്തെ നമ്മുടെ ഗെയിമിന് ആവശ്യമായിട്ടുള്ള സാമഗ്രികളാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണാൻ സാധിക്കുന്നത്. ഒരു വലിയൊരു ബോക്സ്, അതുപോലെ തന്നെ കളറുകളുള്ള ചെറിയ ബോക്സുകളാണ് നമ്മുടെ ഗെയിമിന് ആവശ്യമായിട്ടുള്ളത്. വരൂ, നമുക്ക് നമ്മുടെ ഗെയിമിലേക്ക് ഒന്ന് ശ്രദ്ധിക്കാം. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം, 2 ബോക്സുകൾ ഇവിടെ വെച്ചിട്ടുള്ളത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഓരോ കളറിന്റെ 2 ബോക്സുകൾ വീതം ഇവിടെ ഞാൻ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കിതെല്ലാം കാണാനായിട്ട് സാധിക്കും. ഇനി നമ്മുടെ ഗെയിം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗെയിം കൺട്രോൾ ചെയ്യുന്ന ഒരാൾ ഈ ബോക്സ് അവരുടെ ഇഷ്ടപ്രകാരം ഈ ബോക്സിനകത്തേക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇങ്ങനെ അടുക്കി വെക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ നമ്മുടെ ഗെയിം നിയന്ത്രിക്കുന്ന വ്യക്തി ആ വ്യക്തിക്ക് ഇഷ്ടമുള്ളതുപോലെ ഇങ്ങനെ കളറുകൾ അടുക്കി വെച്ചിട്ടുണ്ടാവും. ഇനി നമ്മുടെ മുൻപിലുള്ള ഈ ബോക്സുകളെല്ലാം ഒരു സ്ഥലത്തേക്ക് നാം തിരിക്കും. ഗെയിം നിയന്ത്രിക്കുന്ന ആ വ്യക്തി ഈ ബോക്സിനെ മുൻവശത്ത് നിന്ന് അവർക്ക് സ്റ്റാർട്ടിംഗ് ടൈം കൊടുക്കും. ഒരേ സമയം ഒരാൾക്ക് മാത്രമേ ഈ ഗെയിം കളിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഗെയിം കളിക്കുന്നവരെല്ലാവരും വരിവരിയായിട്ട് പുറകിലായിട്ട് ഈ ബോക്സിന്റെ പുറകിലായിട്ട് വേണം നിൽക്കുന്നതിന്. ഈ പുറകിൽ നിൽക്കുന്ന വ്യക്തിക്ക് ഒരു കാരണവശാലും ബോക്സിന് അകത്ത് എന്താണ് കളറുകൾ വെച്ചിരിക്കുന്നത് എന്ന് കാണാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മുടെ ഗെയിം ഇവിടെ ആരംഭിക്കുകയാണ്. ഗെയിം കളിക്കുന്ന മത്സരാർത്ഥികളെല്ലാവരും ഈ ബോക്സിന് പുറകിലായിട്ട് വരിവരിയായിട്ട് നിൽക്കണം. ഒരു സമയം ഒരാൾക്ക് മാത്രമേ കളിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മുടെ ഗെയിം നിയന്ത്രിക്കുന്ന വ്യക്തിയും നമുക്ക് സമയം അനുവദിക്കുമ്പോൾ ഇവിടെ നിരത്തി വെച്ച 5 ബോക്സുകൾ ഉണ്ടായിരിക്കും. ആ 5 ബോക്സുകൾ നമുക്ക് നമ്മുടെ ഇഷ്ടപ്രകാരം നമുക്ക് മുകളിൽ ഇങ്ങനെ വെക്കാവുന്നതാണ്. ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ നാം മുകളിലും ഓരോ ബോക്സുകൾ വീതം കളറുകൾ അടുക്കി വെച്ചിട്ടുണ്ട്. ഇനി കളി നിയന്ത്രിക്കുന്ന വ്യക്തിയും ഈ ബോക്സുകൾ, മുകളിൽ വെച്ചിരിക്കുന്ന ബോക്സുകളുടെ താഴെ ഒരുപോലെ എത്ര കളറുകൾ വന്നിട്ടുണ്ട് എന്ന് അവനോട് പറയും. ആ വ്യക്തി, ഗെയിം നിയന്ത്രിക്കുന്ന വ്യക്തി ഇവിടെ വന്ന്, നമുക്കിപ്പോൾ ഈ വീഡിയോയിൽ കാണാം, റെഡ് കളറ് ഇവിടെ വന്നിട്ടില്ല, അപ്പോൾ അത് തെറ്റിട്ടുണ്ട്. അടിയിൽ ഗ്രീൻ അല്ല, അപ്പോൾ ഇതിനും പോയിന്റ് ഇല്ല. ഇവിടെ ഓറഞ്ച് കളറിന് താഴെ ഓറഞ്ച് നേരെ കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. സോ അവന് 1 പോയിന്റ് അപ്പോൾ ലഭിക്കും. വീണ്ടും നോക്കി, വീണ്ടും യെല്ലോ അല്ല, ഇവിടെ ഈ കളറും അല്ല. അങ്ങനെ ഈ തവണ അടുക്കി വെച്ച വ്യക്തിക്ക് 1 പോയിന്റ് മാത്രമാണ് ലഭിക്കുക. അവന് 1-ലധികം സമയം ചാൻസുകൾ കിട്ടും. ഏറ്റവും അധികം പോയിന്റ് ലഭിക്കുന്നതിനെ പ്രതിയാണ് മത്സരാർത്ഥിയിലെ വിജയിയെ തിരഞ്ഞെടുക്കുന്നത്. കൂട്ടുകാരെ, ഇന്ന് നാം കളിച്ച ഗെയിമിൽ നിന്നും നമുക്കൊരു പാഠം മനസ്സിലാക്കാനുണ്ട്. എന്താണെന്ന് അറിയുമോ? നമ്മുടെ നിരത്തി വെച്ച നിരവധി നിറങ്ങളാണ് ഉണ്ടായിരുന്നത്. എന്നാൽ വ്യത്യസ്തമായി തെറ്റായ രീതിയിൽ നിരത്തിയപ്പോൾ അതിൻ്റെ മൂല്യം നമുക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിച്ചില്ല. ഈ ലോകം പല രീതിയിൽ നിറങ്ങളെ വിവേചിച്ച് വെച്ചിരിക്കുകയാണ്. ഇന്ന നിറം നല്ലത്, ഇന്ന നിറം മോശം, ഇന്ന നിറം കാര്യമില്ല, ഇന്ന നിറം നല്ലത്, അതിനെ തിരഞ്ഞെടുക്കും. അങ്ങനെ വ്യത്യസ്തമായ വിവേചനങ്ങൾ നമുക്ക് നിറങ്ങളുടെ പേരിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷേ എല്ലാ നിറങ്ങളും, ദൈവം സൃഷ്ടിച്ച എല്ലാ നിറങ്ങളും ഒരുപോലെ മേന്മയുള്ളതാണ്. എന്നാൽ അതിൻ്റെതായ മൂല്യം തിരിച്ചറിയുന്നത് ശരിയായ കൂടിച്ചേരലുകൾ സംഭവിക്കുമ്പോഴാണ്. നമുക്കറിയാം, 7 വർണ്ണങ്ങളിൽ നിന്ന് എത്രമാത്രം വ്യത്യസ്തമായ നിറങ്ങളാണ് ഈ ലോകത്ത് സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കൂട്ടുകാരെ, നാമും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മുടേതായ മൂല്യം തിരിച്ചറിയുവാൻ നാം കാത്തിരിക്കുക. മടുക്കാതെ നമ്മുടെ ഹൃദയം ദൈവത്തിലേക്ക് നോക്കി ദൈവത്തിന്റെ സൃഷ്ടിയെ മഹിമപ്പെടുത്തുന്ന രീതിയിൽ നമ്മുടെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുവാൻ ദൈവം നമ്മെ സഹായിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യട്ടെ. കൂട്ടുകാരെ, ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ജീസസ് കിഡിന്റെ മറ്റൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ, this is me, your Tomachan, signing off.